ആഗോള അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ഭക്തജനങ്ങൾക്ക് എന്ത് ഗുണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ. ഭക്തജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ആദ്യം പിൻവലിക്കണം. യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് തിരുത്തണമെന്നും MRS വർമ്മ പറഞ്ഞു. ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. മറ്റൊന്ന്, 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഉടൻ തന്നെ പിൻവലിക്കണമെന്നാണ് പറയാനുള്ളത്. 2018 സുപ്രീം കോടതി വിധിയിൽ സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ അഫിഡാവിറ്റ് കൊടുത്ത് ഭക്തജന സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കണമെന്നാണ് പന്തളത്ത് കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. മിഥുൻ മുരളി വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. മിഥുൻ, പന്തളം കൊട്ടാരം ഇപ്പോൾ ഈ അയ്യപ്പ ഭക്ത സംഗമത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് എത്തുകയാണ്. വളരെ പ്രസക്തമായ ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം ഒന്ന്, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട യുവതീ പ്രവേശനത്തിനെതിരെ അന്ന് ഭക്തർ തെരുവിൽ പ്രതിഷേധിക്കുന്ന ഘട്ടത്തിൽ അവർക്കെതിരെ എടുത്ത ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയുള്ള കേസുകൾ, ആ കേസുകൾ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. അതിനുശേഷം പിന്നീട് മതമൗലികവാദികൾ അഴിഞ്ഞാടിയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഈ സർക്കാർ പിൻവലിക്കുമ്പോഴും അയ്യപ്പ ഭക്തരുടെ പേരിൽ ഇപ്പോഴും കേസുകൾ നിലനിൽക്കുകയാണ്. അതുപോലും പിൻവലിക്കാൻ തയ്യാറാകാതെയാണ് ഈ പമ്പ മണപ്പുറത്ത് ഇത്തരത്തിൽ നിരീശ്വരവാദികളുടെ ഒരു കൂട്ടായ്മ ഈ സർക്കാർ സംഘടിപ്പിക്കുന്നത്. അതിനെയല്ലേ പന്തളം കൊട്ടാരം രൂക്ഷമായി വിമർശിക്കുന്നത്? മിഥുൻ, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ രൂക്ഷമായ വിമർശനത്തിലൂടെയുള്ള നിലപാടാണ് പന്തളം കൊട്ടാരം വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിനോടുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ കൃത്യമായി സർക്കാരിൻ്റെ നിലപാടിന് സർക്കാർ ഇപ്പോൾ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് എതിരായിട്ടുള്ള നിലപാടാണ് പന്തളം കൊട്ടാരം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, ഏതൊക്കെ പ്രതിനിധികളാണ് ഉണ്ടാവുക, ഏതൊക്കെ സംഘടനകളുള്ള ആളുകളാണ് ഉണ്ടാവുക, ഇതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ്, പരിപാടികൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. പന്തളം കൊട്ടാരം പ്രധാനമായും സംസ്ഥാന സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ആവശ്യപ്പെടുന്നത് ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തണം. ഈ അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ലഭിക്കുന്നത് എന്നുള്ളത് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കണം. ഈ കാര്യങ്ങൾക്കെല്ലാം വ്യക്തത വരുത്തേണ്ടത് ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഉത്തരവാദിത്വമാണെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി നിലപാട് അറിയിക്കുമ്പോൾ പന്തളം കൊട്ടാരത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണ്. അത് 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടി നിരത്തിലിറങ്ങിയ നാമജപ ഘോഷയാത്രയുമായി നിരത്തിലിറങ്ങിയ ഒട്ടനവധി ഭക്തജനങ്ങൾക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. കള്ളക്കേസുകളിൽ അവരെ കുടുക്കിയിട്ടുണ്ട്, അവരെ വേട്ടയാടിയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള കേസുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ കേസുകളൊക്കെ പിൻവലിക്കണം എന്നുള്ളതാണ് പന്തളം കൊട്ടാരം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. 2018 ഇനി ആവർത്തിക്കരുത്. ആചാര സംരക്ഷണത്തിന് വേണ്ടി ശബരിമലയുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്തുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾക്ക് തെരുവിലിറങ്ങേണ്ട ഗതികേട് ഇനി ഉണ്ടാകേണ്ടത്, ഭക്തജനങ്ങളെ വേട്ടയാടുന്ന നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകരുത്, 2018 ഇനി ആവർത്തിപ്പിക്കരുത് എന്നുള്ള മുന്നറിയിപ്പുമാണ് സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും പന്തളം കൊട്ടാരം ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അറിയിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് അത് വിശ്വാസികളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വിശ്വാസികളുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് അവരുടെ വിശ്വാസത്തിന് ധ്വംസനം സംഭവിക്കാത്ത രീതിയിൽ വേണം ഇത്തരം പരിപാടികൾ നടത്താൻ എന്നുള്ളതാണ് പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഈ സംഗമവുമായി ബന്ധപ്പെട്ട് യാതൊരു കൂടിച്ചേരലുകളോ വിശ്വാസികളുടെ അഭിപ്രായങ്ങൾ വിലക്കെടുക്കാനോ സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് ഹൈന്ദവ സംഘടനകൾ തുടക്കം മുതൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിശ്വാസികളുമായി ഭക്തജനങ്ങളുമായി കൂടിയാലോചനകൾ നടത്തേണ്ടത് ആവശ്യമാണ്. അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുവേണം ഇത്തരം പരിപാടികൾ നടത്താൻ എന്നുള്ളതാണ് പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്, നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അത് ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. ആ നിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി
സത്യവാങ്മൂലം നൽകിയിരിക്കുന്ന സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും അത് തിരുത്തി ആചാര സംരക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സുപ്രീം കോടതിയിൽ നൽകാൻ, പുതിയ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാകണം എന്നുള്ളതാണ് പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആചാര സംരക്ഷണത്തിനൊപ്പമാണ് പന്തളം കൊട്ടാരമുള്ളത്. ഭക്തജനങ്ങൾക്കൊപ്പം എന്നും എപ്പോഴും എല്ലായ്പ്പോഴും ആചാര സംരക്ഷണത്തിന് ഉതകുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പന്തളം കൊട്ടാരം ഉണ്ടാകും എന്നുള്ള ഉറപ്പും ഭക്തജനങ്ങൾക്ക് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ ഉറപ്പ് നൽകുകയാണ്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഈ പരിപാടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന തുടക്കം മുതൽ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശങ്കകൾ, അവ്യക്തതകൾ, അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പന്തളം കൊട്ടാരം പ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് പ്രധാനമായും ഈ കാര്യത്തിൽ കൃത്യമായ വ്യക്തത സംസ്ഥാന സർക്കാർ വരുത്തണം. എന്താണ് സാധാരണ ഭക്തജനങ്ങൾക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്നുള്ളത് വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ ഇത് ആഗോളതലത്തിൽ ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലുള്ള ആശങ്ക അത് ഭക്തജനങ്ങൾക്ക് ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അത് മാറ്റണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗിമ്മിക്ക്, ഹൈന്ദവ വോട്ടുകൾ കണ്ടുവെച്ചുകൊണ്ടുള്ള ഗിമ്മിക്കാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അവ്യക്തത, ആശങ്കകൾ ഭക്തജനങ്ങൾക്കിടയിൽ ഉണ്ട്. അത് മാറ്റണം എന്നുള്ളതാണ് പന്തളം കൊട്ടാരം പ്രതിനിധി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം ഈ സുപ്രീം കോടതിയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആ സത്യവാങ്മൂലത്തിൽ തിരുത്ത് വേണം എന്ന് പന്തളം കൊട്ടാരം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. കേസുകൾ, ഭക്തജനങ്ങൾക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എടുത്തിരിക്കുന്ന കേസുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്നും പന്തളം കൊട്ടാരം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ, ദേവസ്വം ബോർഡിനെ അറിയിക്കുകയാണ്. ഗൗതം. പന്തളം കൊട്ടാരം രൂക്ഷ വിമർശനമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ ഉയർത്തുന്നത്. പ്രധാനമായും രണ്ടാവശ്യങ്ങൾ കൊട്ടാരം മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്കെതിരെ ചുമത്തിയ കള്ളക്കേസുകൾ അത് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണം. ഒപ്പം ആചാര ലംഘനത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ നിലപാട് തിരുത്തിക്കൊണ്ട് അവിടെ യുവതീ പ്രവേശനം വേണ്ട എന്ന നിലപാടിലേക്ക് വന്ന് നിലവിലുള്ള ആചാരങ്ങൾ തുടരണമെന്ന നിലയിലേക്ക് നിലപാട് മാറ്റാനും സർക്കാർ ആദ്യഘട്ടത്തിൽ തയ്യാറാകൂ. അതിനുശേഷമല്ലേ അയ്യപ്പ ഭക്ത സംഗമം നടത്തേണ്ടത് എന്ന ചോദ്യം പന്തളം കൊട്ടാരത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത് മിഥുൻ മുരളി.